സബ് ജില്ലാ കലോത്സവത്തിൽ ഈ വർഷം നമുക്ക് ഓവറോൾ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾക്കായിരുന്നു കിട്ടിയിരുന്നത്. കളിച്ച് പഠിക്കേണ്ടവർക്ക് കളിച്ച് പഠിക്കാന്ന് പറഞ്ഞാൽ ഇതാണ് ഉദാഹരണം. കണ്ടോ, ടർഫ് കണ്ടോ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രദേശത്ത് വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠനം നടത്തുന്ന ഒരു വിദ്യാലയം കൂടിയാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള നല്ലൊരു സമൂഹത്തിനെ വാർത്തെടുക്കാൻ വേണ്ടി SPC, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, JRC, ലിറ്റിൽ ഗൈഡ്സ് എന്നീ കാര്യങ്ങളാണ് നമ്മുടെ ഈ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉള്ളത്. സബ് ജില്ലാതല മത്സരങ്ങളിൽ ഓവറോളും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും മികച്ച നേട്ടം നേടിയ സ്കൂളാണ് നമ്മുടെ ചെമ്പിലോട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇനിയിപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ കുടിക്കാൻ അത്യാവശ്യം നല്ലൊരു ഫിൽട്ടർ സംവിധാനം ഉണ്ട്. പഠനത്തോടൊപ്പം കലാ കായിക ശാസ്ത്രമേളയിൽ മികച്ച മുന്നേറ്റം നേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെമ്പിലോട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇപ്പോൾ പഠനത്തിൽ മുന്നിൽ നിൽക്കുന്ന കുട്ടികളെ മാത്രമല്ല ഇവർ പ്രയോറിറ്റൈസ്, എന്നെപ്പോലെയൊക്കെ ഒന്ന് പിന്നിലേക്കായി പോയി കഴിഞ്ഞാൽ അതിന് വേണ്ടി ഇവിടെ സ്പെഷ്യൽ പരിശീലനം ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് വർഷങ്ങളായി SSLCയിൽ 100% വിജയം, ഒരുപാട് കുട്ടികൾക്ക് ഫുൾ A+ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ കുറച്ച് 18 വർഷമായി ഞങ്ങൾ ഈ വിദ്യാലയത്തിന്റെ മാനേജ്മെന്റിലേക്ക് വന്നിട്ട്, അപ്പോൾ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ബഹുനില കെട്ടിടങ്ങളും കുട്ടികൾക്കുള്ള ടർഫ് കളിക്കാനുള്ളതായ കളിസ്ഥലം എന്നുള്ള രീതിയിൽ ടർഫ് ഉൾപ്പെടെ നല്ല പ്രോത്സാഹനം കൊടുക്കുകയാണ് ഇവിടെ ചെയ്തു വരുന്നത്. ഞാൻ ഈ 18 വർഷം മുമ്പ് എടുക്കുന്ന സമയത്തൊക്കെ ഇവിടെ വളരെയേറെ കുറഞ്ഞ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ 8ലും 9ലും 10ലൊക്കെ ആയിട്ട് 15 ഡിവിഷൻ 16 ഡിവിഷനാണ് ഓരോ ഇനത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പഠന നിലവാരം തന്നെ വളരെ കാലം മുമ്പേ ഉള്ള പോലെയുള്ള വിജയ ശതമാനം ഇപ്പോൾ 100% റിസൾട്ട് മാത്രമല്ല 10ൽ 10 A+ തന്നെ 100% വിജയമൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി ഉൾപ്പെടെ ഏറ്റവും നല്ല വിജയ ശതമാനം കൊടുക്കുന്നതായ ഒരു വിദ്യാലയമാണ്. അത് പഠന നിലവാരത്തിൽ ഞങ്ങൾ അതിനു വേണ്ടിയുള്ള നിരവധി പാക്കേജുകളാണ് നടത്തുന്നത്. ക്യാമ്പുകൾ, പരിപാടികൾ, ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ പഠിക്കുന്നതിനുള്ളതായ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ പുറകോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് അതിനെ കണ്ടുകൊണ്ട് കുട്ടികൾക്ക് കൂടുതൽ ക്ലാസ് കിട്ടുന്ന രീതിയിലുള്ളതായ ഒരു പഠന രീതി ഞങ്ങൾ കൊടുക്കുകയാണ്. കുട്ടികളുടെ ക്വാളിറ്റി, പ്രത്യേകിച്ച് ആ സംസ്കാര ശുദ്ധിയുള്ള കുട്ടികളെയാണ് നമ്മളിവിടെ വളർത്തിയെടുക്കുന്നത്. കാരണം വെച്ചാൽ ഇവിടെ സ്റ്റുഡൻസ് പോലീസ്, NCC, സ്കൗട്ട് ഗൈഡ്, NSS തുടങ്ങിയ ലിറ്റിൽ ഗൈഡ്സ് തുടങ്ങിയ എല്ലാ ഇനങ്ങളും, ആ ഇനങ്ങളിലെല്ലാം തന്നെ ധാരാളം കുട്ടികൾ അതിൽ താല്പര്യം വെച്ച് വരികയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിൻ്റെ യൂണിഫോമിന് പുറമെ സ്റ്റുഡൻസ് പോലീസോ NCC തുടങ്ങിയ മറ്റുള്ള യൂണിഫോം ധാരികളായിരിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ ഈ സ്കൂൾ ക്യാമ്പസിൽ നോക്കിയാലും ഏതാണ്ട് ഒരു 70% കുട്ടികളും അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഡിസിപ്ലിൻ്റെ സൈഡിൽ നമുക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവാറില്ല. കഴിഞ്ഞാൽ കലോത്സവത്തിന് തന്നെ പ്രത്യേക പാക്കേജ് കൊടുത്ത് ഞങ്ങൾ തന്നെയാണ് അതിനുള്ള ഏറ്റവും നല്ല ഗുരുക്കന്മാരെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് പഠന പരിശീലനം കൊടുത്തുകൊണ്ട് സബ് ജില്ലയിൽ തന്നെ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഓവറോൾ കിട്ടുന്നു. അതിന് പുറമേ നമുക്ക് ജില്ലയിലും സ്റ്റേറ്റിലും ആയാലും ഏറ്റവും കൂടുതൽ പോയിന്റ് നില വാരിക്കൂട്ടിക്കൊണ്ടുള്ളതായ ജില്ലയിൽ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു വിദ്യാലയമായി മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ സബ് ജില്ലയിലൊക്കെ തന്നെ ആയാലും നോക്കിയാൽ നമ്മൾ അത്ലറ്റിക്സിലും ഒക്കെ ഏറ്റവും നല്ല പോയിന്റ് മേടിച്ചുകൊണ്ട് കുട്ടികൾക്ക് വലിയ ആവേശം കിട്ടുന്ന ഒരു രീതിയാണ് ഞങ്ങളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ ഉറപ്പിക്കുക എന്ന് പറയുന്നൊരു ട്രെൻഡാണ്. ഞാനിവിടെ വരുന്ന സമയത്തൊക്കെ 8ാം ക്ലാസ്സിൽ 2 ഡിവിഷൻ കുട്ടികളാണ് വന്നിരുന്നത്. ഇപ്പോൾ 14, 15 ഡിവിഷൻ, 16 ഡിവിഷൻ കുട്ടികളാണ് ഇപ്പോൾ 8ാം ക്ലാസ്സിലേക്ക് മാത്രമായിട്ട് വരുന്നത്. എല്ലാ ഭാഗത്തേക്കുള്ള വാഹന സൗകര്യം, ഞങ്ങളൊരു 10-15ഓളം ബസ്സുകൾ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ, ഒരു യാത്രാ സൗകര്യം കുറവുള്ള ഒരു പ്രദേശമാണ്. എന്നാൽ നമ്മൾ ഇത്രയും ബസ് സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് എല്ലാ പ്രദേശങ്ങളിലും ഏതാണ്ട് ഒരു 18-20 കിലോമീറ്റർ ചുറ്റളവൊന്നും കുട്ടികൾ ഇപ്പോൾ ഇവിടത്തേക്ക് വരാനുള്ള പ്രവണത വളരെ വർദ്ധിച്ചു വരികയാണ്. അതിൽ നമ്മുടെ കലോത്സവത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്ന നമ്മൾ സ്കൂളിൻ്റെ PRO ആയിട്ട് വർക്ക് ചെയ്യുന്ന നമ്മൾ റഷീദ ടീച്ചറെ ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്താം. കലോത്സവമൊന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ ആവേശത്തിലാണ് ടീച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കലോത്സവത്തിന് നല്ല കഴിവുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. അധികം നമ്മൾ കലോത്സവത്തിന്, നമ്മുടെ സബ് ജില്ലാ കലോത്സവത്തിനെല്ലാം ഫസ്റ്റ് കിട്ടുന്ന കുട്ടികളെ നമ്മുടെ ഇവിടെ ആദരിക്കലുണ്ട്. ഈ വർഷം അതിലും കൂടുതൽ ഐറ്റംസ് നമ്മൾ എന്തായാലും സ്റ്റേറ്റിൽ, നാടകം ഉൾപ്പെടെ സ്റ്റേറ്റിൽ നമ്മൾ A ഗ്രേഡ് മേടിച്ച് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിരുന്നു. പിന്നെ ചവിട്ട് നാടകമായാലും ഒപ്പനയായാലും ഗ്രൂപ്പ് ഡാൻസ് ആയാലും തുടങ്ങിയ നിരവധി ഇനങ്ങളാണ് ഇവിടെ. അതിനായിട്ടുള്ള സ്പെഷ്യൽ ഗുരുക്കന്മാരെ നമ്മളിപ്പോൾ സ്റ്റേറ്റ് കലോത്സവത്തിൽ പോയിട്ട് ഫസ്റ്റ് കിട്ടുന്ന ഗുരുക്കന്മാരുടെ പേര് ലിസ്റ്റ് എടുക്കും. അവിടുന്ന് തന്നെ സംസാരിക്കും. അടുത്ത വർഷത്തേക്ക് നമ്മുടെ അടുത്ത് നേരത്തെ ബുക്കിംഗ് ആണ്. അങ്ങനെയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആളുകളെ അതാകുമ്പോൾ അതിൻ്റെ തിയററ്റിക്കലും അതിൻ്റെ നിയമാവലികളെല്ലാം പഠിച്ച ഗുരുക്കന്മാർ കിട്ടും. അല്ലാണ്ട് ഇവിടുന്ന് വെറുതെ ഒരു ഒപ്പന പഠിപ്പിച്ചുകൊണ്ട് മാത്രമൊന്നും സംഭവം കിട്ടില്ല. സ്റ്റേറ്റ് പോകണമെങ്കിൽ അതിന് പറ്റിയ ഗുരുക്കന്മാരെ വെച്ച് പഠിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു സിസ്റ്റമാണ്. അതിനുള്ള സംഖ്യ ഞങ്ങൾ തന്നെ കൊടുക്കുകയാണ്. പിന്നെ AI ഒരു ലാബ് കഴിഞ്ഞ വർഷം മുതൽ ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിലൊന്നും സ്കൂളിൽ കമ്പ്യൂട്ടർ പഠനമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് കമ്പ്യൂട്ടർ പഠനം വന്നു. ഇന്ന് സാർവത്രികമായി. ഇന്ന് 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി മുതൽ ഇന്ന് കമ്പ്യൂട്ടർ പഠനത്തിലേക്ക് കൂടി അവൻ ടൈം ടേബിൾ വന്നു. നമുക്കറിയാലോ, ഇന്ന് ലോകം മുഴുവൻ ഇപ്പോൾ റോബോട്ടിക്കിൻ്റെ കാലം നടക്കുകയാണ്. പക്ഷേ കുട്ടികൾക്ക് അതൊരു നിർബന്ധമായ ഒരു പഠന രീതിയായി മാറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത്തരം മേഖലയിലേക്ക്, ഇന്നത്തെ ആധുനിക രീതിയിലേക്ക് പോകാൻ കുട്ടികൾക്ക് വലിയൊരു മോട്ടിവേഷനാണ് ഞങ്ങളുടെ AI ലാബ് കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നല്ല ബ്രൈറ്റായിരിക്കുന്ന സ്റ്റുഡൻസ് അങ്ങനെ ഒരു വലിയ അനന്ത സാധ്യതയുള്ള
ഒരു ടെക്നോളജിയുടെ ഭാഗമായി പഠിക്കുമ്പോൾ, ഞാൻ പണ്ട് പഠിച്ച സ്കൂളിൽ ചെമ്പിലോട് സ്കൂൾ പഠിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഇതൊക്കെ പഠിക്കാൻ പറ്റിയിരുന്നു എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് നമ്മൾ കുട്ടികളിൽ പ്രതീക്ഷിക്കുന്നു. അവർ നന്നായി വരും, വളർന്നു വരുമ്പോൾ നമ്മൾ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അവർ തിരിച്ചറിയും. അതിൽ ഉള്ള ഏറ്റവും വലിയ അനുഭവം എന്നൊന്നും കൂടി പറഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തെ സബ് ജില്ലാ കലോത്സവം നടത്തിയപ്പോൾ ഞങ്ങളുടെ ഇവിടുന്ന് പഠിച്ചു പോയ പൂർവ്വ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം, അവരുടെ സഹായം, അവർ തന്നിരിക്കുന്ന സംഭാവനകൾ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്കറിയാം ഞങ്ങൾ എന്താണോ കൊടുക്കുന്ന ആ കുട്ടികളുടെ നന്ദിയും അവരുടെ ആ തിരിച്ചറിവും നമ്മൾ കഴിഞ്ഞ കലോത്സവത്തിൽ കണ്ടതാണ്. വാരിക്കോരി അവർക്ക് വന്ന് കൊടുക്കുകയാണ് ഇവിടെ, നമ്മളെ വക ഇത് തരാ, ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ആ കുട്ടികൾ പഠിച്ചു പോയതിൻ്റെ നന്ദി ഒരു അവസരം കിട്ടിയപ്പോൾ കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിനോട് കാണിക്കുന്നത് വലിയ ആവേശം നൽകി. അതുകൊണ്ട് തന്നെ സിസ്റ്റം വളരെ ക്ലിയറായിട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളും രക്ഷിതാക്കളും ടീച്ചർമാരും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും എല്ലാം വളരെ തൃപ്തികരമായി ഇന്ന് ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.